നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ വികസന കുതിപ്പിന് വേഗമാകാൻ കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി. വ്യവസായ അനുമതികൾ ചുവപ്പ് നാടയിൽ കുരുങ്ങില്ലെന്നാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ്. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ഉറപ്പ് നൽകി. വികസനത്തിന് പ്രതിപക്ഷവും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ലോകത്തിനു മുന്നിൽ നിക്ഷേപത്തിന് വാതിൽ തുറന്നിട്ട് കേരളം. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ് സമയബന്ധിതമായി നൽകുമെന്ന് മുഖ്യമന്ത്രി. The government of Kerala shall strain every nerve and leave no stone unturned. കേരളത്തിലെ നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണ ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകി. കേരളത്തിൽ 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് പൂർത്തീകരിക്കുന്നതെന്ന് റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. അന്താരാഷ്ട്ര നിലവാരമുള്ള വികസനമാണ് ലക്ഷ്യം. I will assure you that at least in my regime we will complete the work more than 3 lakh crores in Kerala. കേരളം നിക്ഷേപകരുടെ സ്വർഗമായെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ നേതാക്കളും സംഗമത്തിന്റെ ഭാഗമായി. വികസനത്തിന് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ സംരംഭങ്ങൾ വരണം, അതിനുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും ഗവൺമെന്റിന് കൊടുക്കും. നെഗറ്റീവായിട്ട് നിൽക്കില്ല. 26 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം സംരംഭകരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നിക്ഷേപത്തിന് താൽപര്യപത്രം ഒപ്പിട്ട കമ്പനികളുടെ പട്ടിക നാളെ പ്രഖ്യാപിക്കും. രാജ്യത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. ഈ സാഹചര്യത്തിൽ ആഗോള നിക്ഷേപക സംഗമത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷകളും ഉയരെ. ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന് മുന്നിൽ നിന്നും നിതിൻ അംബുജനൊപ്പം എസ് ശ്രീകാന്ത്, 24. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോടെ സിൽവർ ലൈൻ വീണ്ടും ചർച്ചയാകുന്നു. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിൽ വേഗമേറിയ റെയിൽ വേണമെന്ന് മാത്രമാണെന്നായിരുന്നു BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു സിൽവർ ലൈനിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശം. സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്ന് മന്ത്രി. Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നു. ചില കാര്യങ്ങളിൽ റെയിൽവേയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അന്തിമ തീരുമാനം വിശദ പഠനത്തിന് ശേഷമെന്നും മന്ത്രി. It's a project under consideration. We have been in dialogue with the state for a long time. That's what I said. That the project will be coming up, but some queries are there. Railways has raised some queries. Once we sort out all of that. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് BJP സംസ്ഥാന നേതൃത്വം. പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോട് BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം ഇതായിരുന്നു. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള തീവണ്ടി സർവീസ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് അപ്രസക്താവില്ലേ? സിൽവർ ലൈൻ പദ്ധതിയിൽ സമവായത്തിനായി കേരളയിലും റെയിൽവേയുമായി നേരത്തെ നടന്ന ചർച്ചയിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നു. ഗേജ്, വേഗം എന്നിവ സംബന്ധിച്ചാണ് അനിശ്ചിതത്വം. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന നിലപാടിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹൈക്കോടതി. കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പ്രായോഗികമല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ തുക വിനിയോഗിക്കേണ്ടതെന്നുള്ള കാര്യം കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതല്ലേ എന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദ്യമുന്നയിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്ന് പൂർത്തിയാകുമെന്ന് സംസ്ഥാനത്തിന് ധാരണ വേണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന കൽപ്പറ്റ ഇൽസ്റ്റേൺ എസ്റ്റേറ്റ് ലയങ്ങളിൽ നിന്ന് കുടിയൊഴിയാൻ തൊഴിലാളികൾക്ക് ഉടമകളുടെ നോട്ടീസ്. 2 ദിവസത്തിനകം ഒഴിയണമെന്നാണ് നോട്ടീസ്. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാതെ ഒഴിഞ്ഞു പോകില്ല എന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ലയങ്ങളിൽ കഴിയുന്ന 15 കുടുംബങ്ങൾക്കാണ് നിലവിൽ കുടിയൊഴിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 19-നാണ് നോട്ടീസ് ലഭിച്ചത്. ഈ ഭൂമി പുനരധിവാസത്തിന് ഞങ്ങൾ അതിനെതിരല്ല, പക്ഷെ ഞങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ഈ തൊഴിലാളികളായ ഞങ്ങളെ കൊണ്ട് എന്താണ് കണ്ടിട്ടുള്ളത്? ഞങ്ങൾക്കുള്ള ആനുകൂല്യം 14 വർഷമായിട്ട് PF പോലും അടച്ചിട്ടില്ല. 3 മാസമായി ശമ്പളം നൽകിയിട്ടില്ല. 10 വർഷത്തിലേറെയായി പ്രൊവിഡന്റ് ഫണ്ട് അടച്ചിട്ടില്ല. തൊഴിലാനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ കുടിയൊഴിഞ്ഞു പോകില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മാനേജ്മെന്റ് ഇതുവരെ നമ്മളോടൊരു
എന്താ പറയുക, ഒരു ചർച്ച ഞങ്ങൾ നടത്തിയില്ല. മാനേജ്മെൻറ്റ് ആരും ചർച്ച നടത്തിയില്ല, ഭരണകൂടങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല ഇതുവരെ. ഇപ്പോൾ പെട്ടെന്ന് നോട്ടീസ് തന്നിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അത് പാകമല്ല. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തെ സ്വാഗതം ചെയ്യുമ്പോഴും തൊഴിലവകാശങ്ങൾ പോലും നൽകാൻ തയ്യാറാകാത്ത മാനേജ്മെന്റിനെതിരെ സമരത്തിനൊരുങ്ങുകയാണിവർ. വിഷയത്തിൽ സർക്കാർ ഇടപെടണം. ഞായറാഴ്ച യോഗത്തിനു ശേഷം തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇവരുടെ തീരുമാനം. 24 വയനാട്. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ മറ്റന്നാൾ ഉച്ചയ്ക്കാണ് സംസ്കാരം. CPIMന്റെ കോട്ടയം ജില്ലയിലെ പ്രധാന മുഖങ്ങളിലൊരാളെയാണ് അപ്രതീക്ഷിതമായി നഷ്ടമായിരിക്കുന്നത്. ആകസ്മികവും ഞെട്ടിക്കുന്നതുമായ വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. പാർട്ടിയുടെ നല്ലൊരു വാഗ്ദാനവുമായിരുന്നു സഖാവ് റസൽ. നമ്മളാരും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുക. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും VN വാസവൻ മത്സരിച്ചപ്പോൾ റസലാണ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത്. തുടർന്ന് 2022 നടന്ന ജില്ലാ സമ്മേളനത്തിൽ റസൽ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. യുവജന സമരങ്ങളിലൂടെയാണ് AV റസൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. DYFI ചങ്ങനാശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി ആയതോടെ നേതൃരംഗത്തെത്തി. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും 7 വർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. CITU ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1981 CPIMൽ അംഗമായ റസൽ 12 വർഷം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്തിരുന്നു. 28 വർഷമായി ജില്ലാ കമ്മിറ്റി അംഗമാണ്. 15 വർഷത്തിലേറെയായി ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന്റെ CF തോമസിനോട് പരാജയപ്പെട്ടു. 2000-2005 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു. 24 കോട്ടയം. ചികിത്സ പൂർത്തിയാകും മുൻപേ മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ കാട്ടാന ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സ നടത്തിവരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. ബുധനാഴ്ചയാണ് മയക്കുവെടി വെച്ച് പിടികൂടിയ കൊമ്പനെ കോടനാട്ടേക്ക് മാറ്റിയത്. പ്രയത്നങ്ങൾ വിഫലം. മസ്തകത്തിലെ ആഴമേറിയ മുറിവുമായി ദുരിതനാളുകൾ താണ്ടിയ അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പൻ ചരിഞ്ഞു. കൊമ്പന്റെ ദുരിതം 24 പുറത്തു കൊണ്ടുവന്നതോടെയായിരുന്നു പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം. ബുധനാഴ്ച മയക്കുവേടി വെച്ച് പിടികൂടിയ കൊമ്പനെ എറണാകുളം കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചിരുന്നു. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ കൊമ്പന് ചികിത്സ നടത്തിവരികയായിരുന്നു. കോടനാട് എത്തിച്ച ശേഷം ആന വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ആരോഗ്യനില വഷളായി. കൊമ്പനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പൊതുവെ ഉണ്ടായതിനിടയിലാണ് നിരാശാജനകവും വേദനാജനകവുമായ ഈ സംഭവം ഉണ്ടായത്. വനം വകുപ്പും മൃഗ ഡോക്ടർമാരും വളരെ കരുതലോടെയും വളരെ ആത്മാർത്ഥമായാണ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് വലിയൊരു കഷ്ടമായിപ്പോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മസ്തകത്തിലെ വ്രണത്തിലൂടെയാണ് ആന ശ്വാസം എടുത്തിരുന്നത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അഭയാരണ്യത്തിലെ വനപ്രദേശത്ത് സംസ്കരിക്കും. 24 കൊച്ചി. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ആശാ വർക്കേഴ്സ് അവരുടെ സമരം കടുപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്കാണ്. ഇനി സേവനങ്ങളിൽ നിന്ന് വിട്ടുനിന്നാണ് ആശാ വർക്കേഴ്സിന്റെ അനിശ്ചിതകാല സമരം. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. എന്നാൽ സർക്കാരിന് സമരത്തോട് അനുഭാവപൂർണമായ സമീപനമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയിരുന്ന ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നത്. മിനിസ്റ്റർ സമരത്തിന് വരുമ്പം ഇതുപോലെ ഇരിക്കാൻ തയ്യാറായി വരണം. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കുന്നത് വരെ അവിടെ ഇരിക്കാൻ മിനിസ്റ്ററും റെഡിയാകണം. ഞങ്ങൾ റെഡിയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും പണം ലഭിക്കാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ പണം നൽകി. സമരം ചെയ്യുന്നവരെ കുറ്റം പറയാനില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. സമരം ചെയ്യുന്നവരുടെ കാര്യത്തിലൊന്നും നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അവരെ എന്തെങ്കിലും കുറ്റം പറയാനൊന്നുമില്ല. എന്നാൽ
ഇക്കാര്യത്തിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ചർച്ച വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ പരിഹരിച്ചു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ ആശാ വർക്കേഴ്സ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ജോലിഭാരം ഉൾപ്പെടെയുള്ള ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. നിശ്ചിത ശമ്പളവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. രാജ്യത്ത് നവജാത ശിശു മരണനിരക്കിലും ഗണ്യമായ കുറവുണ്ടായത് ആശാ വർക്കേഴ്സിന്റെ സേവനത്തിന്റെ ഗുണമാണെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ പ്രതിഷേധവുമായി CPI തൊഴിലാളി സംഘടന AITUC. PSC അംഗങ്ങൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് അനുചിതമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പറഞ്ഞ സർക്കാർ അർഹതയുള്ളവരുടെ വേതന വർധന പോലും നൽകുന്നില്ല. ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല തീരുമാനമെന്നാണ് സംഘടനയുടെ നിലപാടെന്നും AITUC വ്യക്തമാക്കി. കണ്ണൂർ തലശ്ശേരിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ CPIM പ്രവർത്തകർ മോചിപ്പിച്ചു. മണോളിക്കാവിലെ ഉത്സവത്തിനിടെ ആക്രമണം നടത്തിയ പ്രതിയെയാണ് പോലീസുകാരെ പൂട്ടിയിട്ട് മോചിപ്പിച്ചത്. സംഭവത്തിൽ 55 CPIM പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. തലശ്ശേരി മണോളിക്കാവിലെ ഉത്സവത്തിനിടെ CPIM BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. ആചാരപരമായ ചടങ്ങുകൾക്കിടെ CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് വഴിമാറിയത്. സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസുകാരെ CPIM പ്രവർത്തകർ ആക്രമിച്ചു. തലശ്ശേരി SI അഖിൽ TK അടക്കം 4 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ 27 CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റിന് ശ്രമിക്കവേ വീണ്ടും സംഘർഷം. പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് CPIM പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. എന്നാൽ സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പോലീസുമായി യോജിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ. രാഷ്ട്രീയമായി എന്തെങ്കിലും പോലീസുമായി CPIM ഒരു തർക്കത്തിൽ ജില്ലയിലില്ല എങ്കിലല്ലേ രാഷ്ട്രീയമായ ഒരു ഇതായിട്ട് പറയേണ്ടത്. പോലീസിനോടൊരു രാഷ്ട്രീയ വിരോധം ഉണ്ടാവേണ്ടത്. പോലീസ് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കയ്യേറ്റം ചെയ്യൽ, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം 55 CPIM പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 കണ്ണൂർ. തിരികെ വാർത്താസന്ധിയിലേക്ക്. ഘടകകക്ഷികളുടെ എതിർപ്പ് തള്ളി കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്നതിന് LDFന്റെ പച്ചക്കൊടി. ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ കിഫ്ബി പദ്ധതികളിൽ നിന്ന് വരുമാനമുണ്ടാക്കണമെന്നാണ് LDF തീരുമാനം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാതെ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാമെന്നും LDF തീരുമാനിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കിഫ്ബി റോഡിലെ ടോൾ പിരിവ് തിരിച്ചടിയാകുമെന്നായിരുന്നു CPIയുടെ ആശങ്ക. LDF യോഗത്തിൽ മറ്റു ചില ഘടകകക്ഷികളും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും CPIM പരിഗണിക്കുന്നതേയില്ലെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷമുണ്ടാക്കാത്ത നടപടികളാണ് കിഫ്ബിക്ക് ആവശ്യമെന്നും സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നും ഇടതുമുന്നണി നേതൃത്വം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നായിരുന്നു ഇടതുമുന്നണി യോഗശേഷം കൺവീനറുടെ വിശദീകരണം. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല പാടില്ലെന്ന് CPIയും RJDയും കട്ടായം പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയും CPIM നേതൃത്വവും ചെവികൊണ്ടില്ല. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാതെ മദ്യനിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ടു പോകാമെന്നും LDF തീരുമാനിച്ചിട്ടുണ്ട്. മറ്റെല്ലാ വിവാദ തീരുമാനങ്ങളിലുമെന്ന പോലെ കിഫ്ബി ടോളിലും വൻകിട മദ്യനിർമ്മാണശാല വിഷയത്തിലും മുഖ്യമന്ത്രിയും സർക്കാരും തീരുമാനിച്ച് മുന്നണി അനുസരിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ സർക്കുലറും. 24 തിരുവനന്തപുരം. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പ്രസ്താവനയിൽ BJP നേതാവ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. PC ജോർജിനെതിരെ പ്രഥമ ദൃഷ്ട്യാ മതവിദ്വേഷ പരാമർശ കുറ്റം നിലനിൽക്കും. ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമാകുമെന്നും സിംഗിൾ ബെഞ്ച് തുറന്നടിച്ചു. പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനോ കഴുകിക്കളയാനോ കഴിയില്ല. അങ്ങനെയുള്ള മാപ്പപേക്ഷ അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരളത്തിന് ആശംസയുമായി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗാവസ്കർ. രഞ്ജി ട്രോഫി നേടാൻ കേരളത്തിനാകട്ടെ എന്ന് സുനിൽ ഗാവസ്കർ പറഞ്ഞു. ഇത്തവണ കേരളം കപ്പ് നേടണമെന്നാണ് ആഗ്രഹമെന്നും സുനിൽ ഗാവസ്കർ പ്രതികരിച്ചു. So today is not only a truly memorable day for me, I think it is an even more memorable day for Kerala, for their Ranji Trophy team to have come to the final.
the Ranji Trophy. They will go on, Kerala will go on to win the Ranji Trophy for the first time. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.